ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നമ്മളൊരു അടിപൊളി മപ്പാസ് കേട്ടോ. വളരെ ടേസ്റ്റിലൊരു ഡിഷാണ് മപ്പാസ്. അപ്പോൾ ഈ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കണം, അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി നോക്കിയാലോ. അപ്പോൾ ഇപ്പോൾ മാങ്ങൻ്റെ കാലാണല്ലേ, നല്ല പഴുത്ത മാങ്ങയല്ലേ, നല്ല പച്ച മാങ്ങ കിട്ടുന്ന കാലാണ്. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ മപ്പാസ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ ഞാൻ ഇവിടെ എടുത്തുക്കണേ. ഇനി നമുക്ക് കഴുകിയതിന് ശേഷം ഇതൊന്ന് പൂളണം. പൂണ്ടിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പം മുറിച്ചെടുക്കുന്നതിനും ഒരു സ്റ്റൈലുണ്ട്. നമുക്കിത് പൂണ്ടിന് ശേഷം ചെരിച്ചിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെരിച്ചിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 2 സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി മുളകും പൊടി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ചേർത്തത്. സാധാരണ മുളകും പൊടി ആണെങ്കിൽ 1.5 സ്പൂൺ മതി. ഇനി ഇതിലേക്ക് 2.5 സ്പൂൺ മല്ലിപ്പൊടി വേണം. അപ്പോൾ നമ്മൾ മപ്പാസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തുകണേ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ മസാലകളൊക്കെ ഒന്ന് നനയാനും വേണ്ടിയിട്ട് 2-3 സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചതിന് നല്ലോണം അത് തിരുമ്മി നമുക്കൊരു 3/4 മണിക്കൂർ മാറ്റി വെക്കണം. ആ ഉപ്പും മുളകൊക്കെ അതിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുന്നത്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിക്കണേ. ഇനി അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് നല്ലോണം പൊട്ടിക്കണം. ഇനി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നല്ലൊരു കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കരിവേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നാടൻ കരിവേപ്പില അല്ലെങ്കിൽ ഉഷാറായി ചെയ്തിട്ടോ. ഇനി അതിലേക്ക് കനം കുറച്ച് കഴിഞ്ഞാൽ സവോളയും ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇല്ലെങ്കിൽ നമ്മുടെ മപ്പാസിന് ടേസ്റ്റ് ഉണ്ടാവില്ല. വെളുത്തുള്ളി കുറച്ച് കുറഞ്ഞാലും ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചി വേണം കേട്ടോ. അത് നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കായം കൂട്ടി വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇട്ടതിന് ശേഷം അപ്പം തന്നെ തീ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതും കൂട്ടി നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീ തരുന്ന് മൂടി വെക്കണം കേട്ടോ. വേവാനും വേണ്ടിയിട്ടില്ല, ആ മസാല നമുക്ക് പിടിക്കാനും വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മസാലയൊക്കെ നല്ലൊരു മൂത്ത മണമുണ്ട്. അതിലേക്ക് നമുക്ക് 2 പാൽ, തേങ്ങൻ്റെ 2 പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങൻ്റെ 1-2 പാൽ ഞാൻ എടുത്തുക്കണേ. ആദ്യം നമ്മൾ 2 പാൽ ചേർത്തിട്ട് മാങ്ങ ഒന്ന് പൊതിമുക്കാലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ മാങ്ങ അതിൽ പാലൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇത് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ പൊതിമുക്കാൽ വെന്തിക്കണ്. ഇനി നമുക്ക് തുറന്ന് വെച്ചതിന് ശേഷം എണ്ണ തെളിയുന്ന വരെയും പാലൊക്കെ ഒന്ന് വറ്റാനും വേണ്ടിയിട്ട് കൂടുതൽ തീയിൽ തന്നെ നമുക്കൊന്ന് വെച്ചിട്ട് തേങ്ങൻ്റെ പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങൻ്റെ പാലൊക്കെ ഒന്ന് വറ്റി നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണം കേട്ടോ. ആ സമയത്താണ് നമുക്ക് 1 പാൽ ചേർക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള 1 പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടി ഇല്ലെങ്കിൽ കായല്ലേ, സാധാരണ നമ്മൾ സാമ്പാർക്കൊക്കെ ഇടുന്ന കായം വറുത്ത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് നല്ലോണം തിളക്കുക. പിന്നെ നല്ലോണം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ഇതേപോലെ കുമ്പിളകൾ വരുള്ളൂ. തിളക്കാനും വേണ്ടിയിട്ടുള്ള കുമ്പിളകൾ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കണം. മൂടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കായത്തിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോവാതെ വെക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അത് തുറന്നിട്ട് അതിന് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ മപ്പാസ് ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതേക്കാരം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.